ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഭജിയ ഉണ്ടാക്കാം, മേത്തിക്ക ഭജിയ. ഇനി അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു കെട്ട് ഉലുവായില എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഭജിയ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് നോക്കാം. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത മേത്തി, അതായത് ഉലുവായില, പിന്നെ ഒരു സവാള അരിഞ്ഞത്, ഒരു കപ്പ് കടലമാവ്, ഒരു ടീസ്പൂൺ അജ്മ, അതായത് അരിമോദകം, പിന്നെ മല്ലിയില, പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളകും കൂടി ചതച്ചത്, പിന്നെ കായം 1 ടീസ്പൂൺ, പിന്നെ ഒരു നാരങ്ങ പിഴിഞ്ഞ അത്, പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇത്ര സാധനങ്ങളാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സാധനങ്ങളെല്ലാം കൂടി ഈ മേത്തിയിലേക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, സവാള അരിഞ്ഞത്, ഉപ്പ്, കടലമാവ്, അരിമോദകം, മല്ലിയില, പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത്, മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കായം. ഇതെല്ലാം കൂടിയിട്ട് നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് സ്വല്പം വെള്ളം കൂടി ഒഴിച്ച് ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഞാനത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഭജിയ ഉണ്ടാക്കാം. ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഈ ഭജിയ സ്വല്പമായിട്ടെടുത്ത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ച് വേണം നമ്മളിത് അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഞാനതെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കയ്പൊന്നുമില്ല ഇതിന്, പക്ഷേ ഇത് ഡയബറ്റീസുകാർക്ക് കഴിക്കാൻ ഏറ്റവും നല്ലതാണ്. അതിനകത്ത് പഞ്ചസാരയുടെ അംശം ഒട്ടും ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഇത് എല്ലാവർക്കും കഴിക്കാൻ നല്ലതാണ്. അപ്പം നമ്മുടെ ഭജിയ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. അതെല്ലാം കോരിയെടുത്ത് ഇനി ബാക്കിയുള്ളത് കൂടി നമുക്ക് അതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉലുവായില വളരെ നല്ലതാണ് ശരീരത്തിന്. നല്ല പോഷകാംശ ഗുണമുള്ളതാണ്. അതിനകത്ത് പഞ്ചസാരയുടെ അംശം ഒട്ടും തന്നെ ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഇത് എല്ലാവർക്കും ഉപയോഗിക്കാം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അതിന് സ്വല്പം കയ്പ് പോലെ ഉണ്ടെങ്കിൽ സ്വല്പം ശർക്കര അതിൽ ചേർത്താൽ അവർക്കത് ഇഷ്ടപ്പെടുന്നതാണ്.
ഞാൻ ആ ഭജിയ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. നമുക്കിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നതുമാണ്. നമുക്കിത് സോസിൻ്റെ കൂടെ കഴിക്കാം. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.